ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു ഷാസി ട്രീറ്റ്സ്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ സ്നേഹത്തോടെ നമ്മളെ കുടുംബക്കാർക്കും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സ്വീറ്റ് അല്ലേ ലഡു. അപ്പോൾ ഇത് നിങ്ങൾ ഇതുവരെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ലഡു ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് ആദ്യം ലഡുവിൻ്റെ ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് 2 കപ്പ് അളവിൽ കടലപ്പൊടി ഇട്ടെടുക്കുക. 250 ml മെഷറിംഗ് കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ 2 കപ്പ് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. നമ്മൾ കടലമാവിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിലും അതങ്ങ് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇപ്പം ഞാൻ ഫുള്ളായിട്ടൊന്ന് അരിച്ചെടുത്ത ശേഷം 1/2 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണും കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ലഡുവിൻ്റെ ബൂന്തിക്ക് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ബാറ്ററാക്കിയിട്ട് എടുക്കണം. ഈ വെള്ളത്തിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ബൂന്തി ശരിയായി കിട്ടില്ല. എന്നാൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാലും ബൂന്തി കുറച്ച് ശരിയായി കിട്ടൂല. എനിക്കിപ്പം 1 കപ്പും പിന്നെ 1/4 കപ്പും വെള്ളമാണ് ഇതിനായിട്ട് ആവശ്യമായിട്ട് വന്നത്. അപ്പം നിങ്ങൾ കുറച്ചായിട്ട് ഒഴിച്ച് മിക്സാക്കിയ ശേഷം ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ് വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് തന്നെ എവിടെയും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കിയ ശേഷം കുറച്ച് കട്ട് ചെയ്യാൻ തോന്നിട്ട് ആ 1/4 കപ്പും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എനിക്ക് 1/4 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വരില്ല, കാരണം മെഷറിംഗ് കപ്പ് ഇല്ലാത്ത ആൾക്കാർ ഗ്ലാസ്സിൽ അളന്നെടുത്താൽ മതി. ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലോയിങ് ടെക്സ്ചർ ആയിരിക്കണം. അതേപോലെ നമ്മൾ കുറച്ച് കട്ടിയും കൂടി വേണം. കണ്ടില്ലേ, സ്പൂണിൽ ആ ബാറ്റർ ഒട്ടിപ്പിടിക്കുന്നുണ്ട്, എന്നാൽ നല്ലോണം കുറച്ച് ലൂസായിട്ടുള്ള പരുവമാണ്. ഈ ഒരു ടൈപ്പ് ആകുമ്പം നമുക്ക് ഓയിലൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ബൂന്തി ഞാൻ 3 ടൈപ്പിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അതിന് മുമ്പ് ഓയിൽ ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പൂണിൽ കുറച്ചൊന്ന് ഇട്ടിച്ചു കൊടുത്തിന്. അപ്പോൾ നമ്മളെ ബാറ്ററി കറക്റ്റ് ഇതേപോലെ ബോള് പോലെയാണ് ഇരിക്കാൻ. നമ്മൾ വെള്ളം കൂടിക്കഴിഞ്ഞാൽ പരന്നിട്ടുണ്ടാവാൻ. ഇനി നമ്മൾ ബൂന്തി ചുട്ടെടുക്കുക. അതിനായിട്ട് ഒരു തവിയിൽ മാവ് എടുത്തിട്ട് കുറച്ച് പൊക്കി പിടിച്ചിട്ടൊന്ന് ചുറ്റിലും ചുറ്റിച്ചു കൊടുക്കുക. താത്തിയിട്ടല്ല, കുറച്ച് പൊക്കി പിടിച്ചിട്ട് തന്നെ നമ്മൾ ഈ മാവൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, ഇതേപോലെ അടുത്തുനിന്ന് താത്തിട്ട് ഒഴിക്കുമ്പം മാവ് കുറച്ച് കട്ടിയായിട്ട് വരും. അതുകൊണ്ട് പൊക്കി പിടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊരു ഭാഗം ആയിക്കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഓയിൽ ചൂടാകുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരുപാട് കളർ ചേഞ്ച് ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കുക്കായെന്ന് തോന്നു കഴിഞ്ഞാൽ നമുക്കിതെടുത്തിട്ട് ഒരു സ്ട്രെയിനറിലോ ഒരു ടിഷ്യൂ പേപ്പറിലോ നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇതെന്താ ഇങ്ങനത്തെ ഷേപ്പ് നിങ്ങൾ വിചാരിക്കേണ്ട, നമ്മളെന്തായാലും മിക്സിയിലൊന്ന് പൾസ് ചെയ്തിട്ടെടുക്കും. അതുകൊണ്ട് നമുക്ക് ഷേപ്പ് പ്രശ്നമല്ല. ഇനി ഇതൊക്കെ കോരിയിട്ടൊരു അരിപ്പ പാത്രത്തിൽ സ്ട്രെയിനറിലൊന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഓയിലൊന്ന് വാർന്നാൾ. നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ഇടാത്തതുകൊണ്ട് തന്നെ ഓയിലൊന്നും വലുതായിട്ടൊന്നും കുടിക്കൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലോ ഇതിട്ട് കൊടുത്താൽ മതി. ഇനി സെക്കൻഡ് മെത്തേഡ് നമുക്ക് നോക്കാം. ഇത് എല്ലാവരും ബൂന്തി ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇതേപോലത്തുള്ള ഒരു അരിപ്പ സ്പൂൺ വെച്ചിട്ട് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുക. കുറച്ച് പൊക്കി പിടിച്ചിട്ട് തന്നെ തട്ടിക്കൊടുക്കുക. എന്നാൽ അതിലേക്ക് ബോൾസ് പോലെ വീണിട്ട് നല്ല അടിപൊളി തന്നെ ബൂന്തി തയ്യാറാക്കി കിട്ടും. പിന്നെ അരിപ്പ സ്പൂൺ എടുക്കുമ്പോൾ നമ്മൾ ഓയിലിന് കോരിയെടുക്കുന്ന ആ സ്പൂണല്ല കേട്ടോ, വേറൊരു അരിപ്പ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഓയിലിന് കോരിയെടുക്കുന്ന സ്പൂൺ വെച്ചിട്ട് ചെയ്യുമ്പം ആ ഒരു ചൂട് കൊണ്ട് തന്നെ നമ്മളെ കടലമാവ് എന്താ പറയുക കട്ടിയായി പോവും. അപ്പോൾ ഇതേപോലെ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി പെർഫെക്റ്റ് ബൂന്തി തയ്യാറാക്കിയിട്ട് കിട്ടും. പൊതുവേ ഈ ടൈപ്പിലാണ് നമ്മൾ ബൂന്തി ചെയ്തെടുക്കുക. പക്ഷെ ഞാനൊരു ഫസ്റ്റ് കാണിച്ച മെത്തേഡും ഇനി കാണിക്കാൻ പോകുന്ന മെത്തേഡിലും ചെയ്ത് നിങ്ങൾക്ക് അടിപൊളി തന്നെ നമ്മളെ ലഡു തയ്യാറാക്കിയിട്ടെടുക്കാൻ സാധിക്കും. ഇനി നമ്മളെ ബൂന്തിയും ഒന്ന് കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെടുത്തിട്ട് സ്ട്രെയിനറിലിട്ട് കൊടുക്കാം. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ പൈപ്പിംഗ് ബാഗില്ലേ, നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന പൈപ്പിംഗ് ബാഗോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലോ നമ്മൾ ഈ മാവ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ചെറുതായിട്ട് ചെറിയൊരു ഹോൾസ് ആക്കിയ ശേഷം കുറച്ച് പൊക്കി പിടിച്ച് പ്രസ്സാക്കിയിട്ട് തന്നെ നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. എങ്ങനെ ചെയ്താലും നമുക്ക് അടിപൊളി തന്നെ ബൂന്തി സെറ്റാക്കിയിട്ട് എടുക്കാൻ സാധിക്കും.
ഇനി ഇതും കൂടി കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ ഒരു രീതിക്ക് ചെയ്തെടുക്കുക. ഇപ്പം കാണിച്ച 3 മെത്തേഡും സിമ്പിളല്ലേ? അപ്പോൾ ഇതുവരെ ലഡു ഉണ്ടാക്കാത്തവർ എന്തായാലും ലഡു ഉണ്ടാക്കി നോക്കുക. അടിപൊളി തന്നെ നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ടും. ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇനി ഞാൻ എല്ലാ ബൂന്തിയും ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. ഞാൻ ഇപ്പം എല്ലാ മെത്തേഡിലും ചെയ്ത് കാണിച്ചിനല്ലോ, അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ എല്ലാ ബൂന്തിയും ഒന്ന് തയ്യാറാക്കിയിട്ട് എടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് ചൂട് മാറിയതിന് ഈ ഒരു ടൈം ആകുമ്പം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടെടുക്കാം. എന്നിട്ടൊന്ന് പൾസ് ചെയ്തിട്ട് എടുത്താൽ മതി. ഒരു 3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊന്ന് നന്നായിട്ട് പൊടിഞ്ഞിട്ടല്ല, ചെറിയ ചെറിയ തരികളോട് കൂടിയിട്ട് തന്നെ നമ്മളെ ബൂന്തി പൊടിഞ്ഞു കിട്ടും. ഇതേപോലെ കേട്ടോ. അപ്പം എല്ലാ ബൂന്തിയും ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിന്. ഇതേപോലെ ചെറുതായിട്ട് തരികളായിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് പൊടിഞ്ഞു പോകരുത്. ഇനി ഇതിന് വേണ്ട മധുരം നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് 1.5 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് അളവ് കടലമാവിന് 1.5 കപ്പ് അളവിൽ പഞ്ചസാര. ഇത് കറക്റ്റ് മധുരമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ്, 1 കപ്പിലും കുറച്ച് കുറവായിട്ട് വെള്ളം എടുത്തിട്ട് അതും കൂടി ഈ പഞ്ചസാരയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കുന്നെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. ഫുഡ് കളർ ആണെങ്കിൽ ഒരു 3 ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ പഞ്ചസാര ഫുള്ളായിട്ട് മെൽറ്റായി, പഞ്ചസാരൻ്റെ തരികളൊന്നും ഇല്ലാതെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ട് വരണം. നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയിച്ചിട്ടെടുക്കുക. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ബൂന്തിയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബൂന്തിയെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ചെറിയൊരു ലൂസായിട്ടാണ് ഉണ്ടാവാൻ, പക്ഷെ നമ്മൾ മിക്സാക്കി കൊടുക്കുമ്പോൾ ഇത് ശരിയായിക്കോളൂ. ഈ ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാവാൻ. നമ്മൾ ആ ചൂടോട് കൂടിയിട്ട് തന്നെ മിക്സാക്കിക്കൊണ്ട് വരുമ്പം നമ്മൾ ബൂന്തിയൊക്കെ ഒന്ന് കുറുകി കട്ടിയായിട്ട് വരും. ഇനി ഇതിലേക്ക് ഈ ടൈം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ തന്നെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്കാപ്പൊടി നല്ലൊരു ഫ്ലേവർ അല്ലേ ലഡുവിന് കൊടുക്കാൻ, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 3-4 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ ബൂന്തിയിലെല്ലാം ഈ പഞ്ചസാരൻ്റെ മധുരം പിടിക്കണം. ഒരു 3-4 മിനിറ്റ് മിക്സാക്കി കൊടുക്കുമ്പോൾ തന്നെ ഈ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ ഇതേപോലെ കിട്ടും. ഈ സമയം തന്നെ നമുക്ക് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. ഇത് ചൂട് മാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കട്ടിയാവും. നല്ല ലൂസല്ലതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മളെ ലഡുവിന് നല്ലൊരു ഗീൻ്റെ സ്മെല്ലും ടേസ്റ്റും കിട്ടുന്നില്ലേ, അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ പശു നെയ്യ് ഒരു കടായിലേക്ക് ചേർത്തിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പം കുറച്ച് കറുത്ത മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് ചൂടായ ശേഷം നമുക്ക് ലഡുവിൻ്റെ മിക്സിലോട്ട് ഈ മുന്തിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ ഗീ എല്ലായിടത്തും മിക്സാകുന്ന രീതിക്ക് തന്നെ മിക്സാക്കി കൊടുക്കുക. എന്നാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ കുറച്ചും കൂടി കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ലഡുവിൻ്റെ മിക്സർ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ചൂട് മാറിന്, എന്നാൽ ഫുള്ളായിട്ടൊന്നും ചൂട് മാറിയിട്ടുമില്ല. ആ ഒരു ടൈമാണ് കേട്ടോ. ഈ ടൈമാകുമ്പോൾ നമുക്ക് ലഡു ചെറിയ ചെറിയ ബോൾസാക്കിയിട്ടെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യുക. എല്ലാ ലഡു ഇതേപോലെ ബോൾസായി കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ലഡു മേലെ വെക്കാണ്ട് പ്ലേറ്റിൽ പരത്തിയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. നന്നായിട്ട് ഇതിൻ്റെ ചൂടൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മളെ ലഡു നല്ല ഷേപ്പായിട്ട് തന്നെ പൊട്ടിപ്പോവാതെ കറക്റ്റ് എന്താ പറയുക ആ ഒരു ടൈറ്റിൽ തന്നെ നമ്മളെ ലഡു കിട്ടും. അപ്പം എല്ലാ ലഡൂസും ഇതേപോലെ ബോൾസാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ മേലെ വെക്കാണ്ട് ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. അപ്പം നമ്മളെ ലഡു ഇവിടെ റെഡിയായി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കുക. ഒരു 4-5 ദിവസം വരെ സൂക്ഷിക്കുക, ഒന്നും ആവില്ല. അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റും കിട്ടുന്നുണ്ട് ഇതിന്. അപ്പം ലഡു ഇതുവരെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ, എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ല. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.